ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേര് കമൻ്റായിട്ടും അതേപോലെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു ഇതിനെത്ര ചിലവ് വന്നിട്ടുള്ളതെന്ന് കേട്ടോ. ഒരു വാർഡ്രോബിന് മാത്രമല്ല ഇങ്ങനൊരു റൂം സെറ്റ് ചെയ്തെടുക്കാൻ ടോട്ടൽ എമൗണ്ട് എത്ര വരും എന്നുള്ളതൊക്കെയായിരുന്നു ഇപ്പോൾ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 1 by 1 ആയിട്ട് ഓരോന്നിനും എത്ര ചിലവ് വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയണേ, നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനുശേഷം കാണുക. അതേപോലെ തന്നെ നമ്മൾ പേജ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്യട്ടോ. ഇതേപോലെ ഇൻറ്റീരിയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു റൂം. അതിനുശേഷം ആണ് ആ കാണുന്ന രീതിക്ക് വരാൻ വേണ്ടി നമ്മൾ 1 by 1 ആയിട്ട് ചെയ്ത കാര്യങ്ങൾ. ആദ്യം നമ്മൾ വയറിങ്ങിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ജിപ്സം സീലിംഗ് ആണ് ചെയ്തത്. പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളിൽ നമ്മൾ ടേബിള്, അതേപോലെ വാർഡ്രോബ്, പിന്നെ ഇവിടെ ഒരു റാക്ക് വരുന്നുണ്ട്, പിന്നെ കട്ടില വരുന്നതിൻ്റെ 2 സൈഡിൽ 2 ടേബിള്, ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. അലമാര ഒരു പ്ലെയിൻ സ്പേസിലായതുകൊണ്ട് തന്നെ തട്ടുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോറ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമർക്ക്. ഈ അലമാരൻ്റെ തട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത് PVC ഷീറ്റുകൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ വാർഡ്രോബിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ്, റാക്കൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് വർക്കുകൾ, വിൻഡോൻ്റെ സൈഡിലുള്ള വുഡിൻ്റെ പാനൽ വരയ്ക്കണ കുറച്ച് വർക്കുകൾ. അതിന് ശേഷമാണ് നമ്മൾ കർട്ടൻ്റെ വർക്കുകൾ, ബാക്കിയുള്ള ഫിനിഷ് വർക്കുകളൊക്കെ വരുന്നത്. നമ്മൾ മൊത്തം ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഷെയ്ഡിലാണ് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ബ്ലൈൻഡ്സൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ വരാൻ വേണ്ടി നമുക്ക് വന്ന 1 by 1 ആയിട്ട് എത്ര ചിലവ് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ സീലിങ്ങിന് മാത്രം വന്നത് ഏകദേശം 8000 രൂപകളാണ് കേട്ടോ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവിടെ മാറ്റങ്ങളുണ്ടാവും. ജിപ്സം സീലിങ്ങിന് ഏകദേശം 8000 രൂപ വന്നു. പിന്നെ വയറിങ്, അതിൻ്റെ ലൈറ്റ്, ഫാന്, ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 18000 രൂപയോളം അതിന് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിന് നമുക്ക് പുട്ടി, പ്രൈമർ, ബാക്കി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പാടെ വന്നത് ഏകദേശം 12000 രൂപയോളം അതിനും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അലമാര, പിന്നെ അതിൻ്റെ മിറർ യൂണിറ്റ്, ടേബിള്, അതേപോലെ റാക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏകദേശം 49,500 നമുക്ക് ചിലവ്. നമ്മൾ മൊത്തം അലൂമിനിയം പ്ലസ് PVC ഷീറ്റിലാണ് നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ളത് വർക്ക്. അതേപോലെ തന്നെ 2 ടേബിൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ സൈഡിലായിട്ട്, കട്ടിലിൻ്റെ സൈഡിലായിട്ട് 2 ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതടക്കമുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കട്ടിലും അതിൻ്റെ ബെഡ് എമ്മ മാട്രസാണ് വരുന്നത്. അതും കൂടെ ഏകദേശം 28 രൂപയോളം അതിനും നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് നമ്മളൊരു ബെഡിൻ്റെ ഒക്കെ ഒരു റേറ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. അതേപോലെ പിന്നെ വരുന്നത് 4 ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതിന് ഏകദേശം 6500 രൂപയോളം നമുക്ക് അതിനും ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ചിലവുകൾ. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഒരു പേജിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വർക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.